അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സന്ദർഭം, ഈ ഒരു പ്രവാചകത്വം എന്നത് പൂർവ്വപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു ദുആഇൻ്റെ ഉത്തരം ചെയ്യൽ കൂടിയായിരുന്നു. ഒരു ദുആഇൻ്റെ ജവാബായിരുന്നു ഈ വഹി. ഒരു ദുആഇൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയ ഒരു രൂപമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയുടെ പ്രവാചകത്വം. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചതുപോലെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനോടൊപ്പം കഅബ പുനർനിർമ്മാണം നടത്തുന്ന വേളയിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബന വബഅസ് ഫീഹിം, ഓരോ കാര്യങ്ങൾ ഇബ്രാഹിം നബി എണ്ണി പറഞ്ഞു. മക്കയെ ഒരു നല്ല നിർഭയത്വമുള്ളൊരു പ്രദേശമാക്കണേ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അല്ലാഹു അവരിൽ നിന്ന്, ഈ ഹറമിൻ്റെ, ഈ കഅബയുടെ ചുറ്റുഭാഗത്ത് പാർക്കുന്ന ആളുകളിൽ നിന്ന് ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ. യത്ലു അലൈഹിം ആയാതിക്, നിൻ്റെ വചനങ്ങൾ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുകയും നിൻ്റെ ആയാത്തുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, നിൻ്റെ ഗ്രന്ഥം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഹിക്മത്ത് അഥവാ നിൻ്റെ ചര്യ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളാകുന്ന ആ ഒരു ഹിക്മത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നീ അവരിലേക്ക് നിയോഗിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്മാരുടെ പിതാവായ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം കൂടിയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ പ്രവാചകത്വം. ആ ഒരു ജീവിതം നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ആ ഒരു വഹി കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് എന്ന വ്യക്തിത്വത്തിൻ്റെ ജീവിതം മാറ്റിമറിഞ്ഞത് വളരെയധികം വലിയ മറിച്ചിലുകളാണ്. നമ്മൾ ഇന്ന് ഇശാ ബാങ്ക് കേട്ടപ്പോൾ ബാങ്കിന് ശേഷം നമ്മൾ ചൊല്ലിയ പ്രാർത്ഥനയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വങ്ങൾ വിവരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ, ശേഷം വരുന്നത് ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല, അല്ലാഹുവേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസീലത്തും ഫളീലത്തും നീ നൽകണമേ, ഉന്നത സ്ഥാനങ്ങൾ നീ നൽകണമേ. മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത, നീ വാഗ്ദാനം ചെയ്ത മഖാമുൻ മഹ്മൂദ്, ഏറ്റവും സ്തുത്യർഹമായ ആ ഒരു സ്ഥാനം, അതിലേക്ക് നീ അദ്ദേഹത്തെ നിയോഗിക്കണമേ എന്ന പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥനയിൽ നിന്ന് മാത്രം മുഹമ്മദ് എന്ന സാധാരണ വ്യക്തി പ്രവാചകൻ എന്ന ഒരു സ്ഥാനത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹിൽ ആദ്യത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയ, ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ അധ്യായം ബദ്ഉൽ വഹി എന്നാണ്, വഹീൻ്റെ തുടക്കം എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹിലെ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര്, ബദ്ഉൽ വഹി. അധ്യായത്തിൽ രണ്ടാമത് ഹദീസായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത് ഹദീസായി ആയിഷ റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹദി ജനിക്കുന്നതിന് മുൻപാണ് എത്രയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവാചകനിൽ തന്നെ നേരിട്ട് പഠിച്ചും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ കേട്ടു മനസ്സിലാക്കി ഉദ്ധരിക്കുന്ന ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ്. വഹീൻ്റെ തുടക്കം എന്നത് ഏറ്റവും നന്നായി വിശദീകരിക്കുന്ന ഹദീസ്. ആ നേരത്തെ തന്നെ അതിൻ്റെ ഭാഗം പറഞ്ഞിരുന്നു, പ്രവാചകനുണ്ടായ സ്വപ്നത്തിൻ്റെ കാര്യങ്ങൾ, പ്രവാചകന് ഏകാന്തത ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സംഭവങ്ങൾ മഹദി ഉദ്ധരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒറ്റക്കിരിക്കുക എന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു. വകാന യഖ്ലൂ ബിഗാരി ഹിറാ, ഹിറാ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കിരിക്കുമായിരുന്നു. ഫയതഹന്നതു ഫീഹി, പ്രവാചകൻ അവിടെ എന്താണ് ചെയ്തിരുന്നത്? അവിടെ പ്രവാചകൻ ഇബാദത്തുകളിൽ ഏർപ്പെടുകയാണ് ചെയ്തിരുന്നത്. ആ ഇബാദത്തിനെ സംബന്ധിച്ച് നമ്മൾ മുൻപും സൂചിപ്പിച്ചിരുന്നു. അത് എന്ത് ഇബാദത്താണ് എന്ന് നമുക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിലുള്ള, അന്ന് നിലവിലുള്ള ഇബ്രാഹിമി മില്ലത്തിലുള്ള ആരാധനകളിൽ ഏതെങ്കിലും ഒരു രൂപമാകാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവിടെ നടത്തിയിരുന്നത്. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിക്കുന്നത് വരെ ഹിറാ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയും ഭക്ഷണം കഴിയുമ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം എടുത്ത് വീണ്ടും തിരിച്ച് പോവുകയും ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരുന്നത്. ഇഖ്റ
വായിക്കുക. ആദ്യത്തെ ശബ്ദം വഹീൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആദ്യത്തെ വചനം ഇഖ്റ, വായിക്കുക. മാ അന ബിഖാരിഇൻ, ഞാനൊരു വായനക്കാരനല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹത്തിൻ്റെ തൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഫഅഖദനി ഫഗത്തനി, ജിബ്രീൽ എന്നെ പിടിച്ചു, ഫഗത്തനി എന്നെ കൂട്ടിപ്പിടിച്ചു, എന്നെ ആലിംഗനം ചെയ്തു, എന്നെ പിടിച്ച് ഞെരുക്കി, ഹത്ത ബലഗ മിന്നി അൽ ജഹദ്, ഞാൻ മരിച്ചു പോകുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ എല്ലാം എന്നെ അങ്ങേയറ്റത്തെ അവസ്ഥയായിപ്പോയി. ഞാൻ ആകെ പേടിക്കുകയും മരിച്ചു പോകുമോ എന്ന തോന്നലോളം ജിബ്രീൽ എന്നെ മുറുകെ പിടിക്കുകയും ചെയ്തു. സുമ്മ അർസലനി, പിന്നീട് എന്നെ വിട്ടു. പിന്നീടും പറഞ്ഞു ഇഖ്റ മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് വായന വശമില്ല, വായിക്കുക. മൂന്നാമത് പറഞ്ഞു വായിക്കുക. അങ്ങനെ അവസാനമാണ് പിന്നീട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക. എന്നിട്ടാണ് സൂറത്തുൽ അലഖിലെ 5 വചനങ്ങൾ, സൂറത്തുൽ അലഖ് മുഴുവനുമല്ല ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഹിറാ ഗുഹയിൽ അന്ന് ആ റമദാൻ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ വഹിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അവതരിപ്പിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒട്ടിപ്പിടിക്കുന്ന ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അട്ടയെപ്പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മാംസപിണ്ഡം, അലക്കിനെ പോലെയുള്ള, അതിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിൻ്റെ രക്ഷിതാവ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അതിൽ നിന്നാണ് നിൻ്റെ റബ്ബ് സൃഷ്ടിച്ചത്. ഇഖ്റ വറബ്ബുക്കൽ അക്രം, നിൻ്റെ റബ്ബ് അക്രമാണ്, ഏറ്റവും മാന്യതയുള്ള അതിശ്രേഷ്ഠനാണ്. ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ച രക്ഷിതാവ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനെ മാ ലം യഅലം, അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. അവനറിയാത്തത്, അവൻ്റെ അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് നയിക്കുന്ന ആ അറിവ്, അത് പഠിപ്പിച്ചവനാണ് നിൻ്റെ രക്ഷിതാവ്. ഇങ്ങനെയൊക്കെയുള്ള രക്ഷിതാവിൻ്റെ നാമത്തിലാണ് നീ വായിക്കേണ്ടത് എന്ന ഈ 5 വചനങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അന്നേവരെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഷോക്കുകളിലൊന്നായിരുന്നു അന്ന് സംഭവിച്ചത്. പ്രവാചകൻ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടി എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. പ്രവാചകൻ വളരെ ഭയപ്പെട്ടാണ് വീട്ടിലേക്ക് തിരിഞ്ഞോടിയത്. ഫറജാ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജിഫു ഫുആദു, പ്രവാചകൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞ അവസ്ഥയിൽ, ആകെ പേടിയുണ്ടായ അവസ്ഥയിൽ ഭയപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി. പ്രവാചകൻ പറഞ്ഞത് സമ്മിലൂനി 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 സമ്മിലൂനി, എനിക്കൊരു പുതപ്പ് തരൂ, എന്നെ പുതപ്പിക്കൂ, എനിക്ക് പേടിയാകുന്നു, എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം മഹദിയുടെ ജീവിതത്തിലെ ഏറ്റവും പക്വതയാർന്ന ഇടപെടൽ, ഏറ്റവും ഒരു പ്രവാചകൻ എന്നൊരു വ്യക്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ, ഏറ്റവും ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അന്ന് കാണിച്ചത് ഏറ്റവും വലിയ പക്വതയോടുള്ള നിലപാടാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അന്നേരം ഒന്നും ചോദിച്ചില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകങ്ങൾ ലഖദ് ഖശീതു അലാ നഫ്സി, ഞാൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ്. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന്, എൻ്റെ ജീവൻ പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കല്ല, ഇല്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. വല്ലാഹി മാ യുഖ്സീകല്ലാഹു അബദ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ വാചകങ്ങളാണ്. മാ യുഖ്സീകല്ലാഹു അബദ, അല്ലാഹു താങ്കളെ ഒരിക്കലും താങ്കളെ കൈവിടുകയില്ല. കല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. തൻ്റെ ഭർത്താവിനെ ഖദീജ എന്ന വിശ്വാസികളുടെ മാതാവ് സമാധാനപ്പെടുത്തുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകനെ സമാധാനപ്പെടുത്തുന്ന വാചകങ്ങളാണ് നമ്മൾ ഈ വായിക്കുന്ന വാചകങ്ങൾ. ഇന്നക ലതസിലുർ റഹിം, അള്ളാഹു ഒരിക്കലും താങ്കൾ കൈവടിയുകയില്ല, താങ്കൾക്കൊന്നും സംഭവിക്കില്ല. ഇന്നക ലതസിലുർ റഹിം, താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന നല്ലയാളാണ്. വതഹ്മിലുൽ കല്ല്, ആളുകളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന. വതക്സിബുൽ മഅദൂം, ആക്രമിക്കപ്പെട്ടവൻ്റെയും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ, അവരുടെ വിഷയത്തിൽ ഇടപെടുന്ന, അവരെ സഹായിക്കുന്നയാളാണ് താങ്കൾ. അതിഥിയെ സൽക്കരിക്കുന്ന നല്ല സ്വഭാവത്തിന് ഉടമയാണ് താങ്കൾ.
വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി സഹായിക്കുന്നയാളാണ് താങ്കൾ. ഇത്രയേറെ വിശിഷ്ട ഗുണങ്ങളുള്ള താങ്കൾ ഒരിക്കലും ദൈവം അഥവാ അവരുദ്ദേശിക്കുന്ന അള്ളാഹു എന്ന ദൈവം ഒരിക്കലും കൈവിടുകയില്ല. അന്നേ ഒരു വിശ്വസിക്കുന്ന അള്ളാഹു ഒരിക്കലും കൈവടിയുകയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലേക്ക് കയറ്റിയിരുത്തി പുതപ്പിച്ച് കൊടുക്കുന്നത്.